CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശക്തമായ മഴ. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിൽ ഗതാഗതം നിരോധിച്ചു. കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡിൽ കനത്ത മഴയിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. ഒറ്റപ്പാലം കിഴക്കേത്തോടിന് സമീപവും മണ്ണിടിച്ചിൽ, ഇതുവഴിയും ഗതാഗതം നിരോധിച്ചു. മണ്ണാർക്കാട് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്ന് 1 കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികളും പിടികൂടി. വാക്കടപ്പുറം കരുവാരക്കോട് പൂട്ടിക്കിടന്ന ഗോഡൌണിലാണ് മണ്ണാർക്കാട് പോലീസ് പരിശോധന നടത്തിയത്. വീട്ടിലെ വളർത്തുനായയുടെ കടിയേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. കോങ്ങാടാണ് സംഭവം. കുരുക്കൻപടി കയറാങ്കോട് സ്വദേശി 74 വയസ്സുള്ള അപ്പുക്കുട്ടനാണ് മരിച്ചത്. തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മണ്ണാർക്കാട് ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി ആസാം സ്വദേശിയെ എക്സൈസ് പിടികൂടി. കുമരമ്പത്തൂർ വട്ടമ്പലത്തിൽ നിന്നുമാണ് വീട്ടിലെ റൂമിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടിച്ചെടുത്തത്. വാഹനം തടഞ്ഞ് വാഹനത്തെയും ഡ്രൈവറെയും തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കല്ലടിക്കോട് ഇൻസ്പെക്ടർ GS സജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. ശക്തമായ മഴ. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിൽ ഗതാഗതം നിരോധിച്ചു. കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡിൽ കനത്ത മഴയിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. മുണ്ടൂർ തൂത പാതയുടെ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കാക്കത്തോട് പാലവും പുനർനിർമ്മിക്കുകയാണ്. പാലത്തിന് സമാന്തരമായി തോട് മണ്ണിട്ട് നികത്തി നിർമ്മിച്ച താൽക്കാലിക റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. അതുകൊണ്ടുതന്നെ ചെറിയ ഓവുചാലിലൂടെ മാത്രമേ വെള്ളം ഒഴുകിപ്പോകുന്നുള്ളൂ. എന്നാൽ കനത്ത മഴയിൽ വലിയ അളവിൽ വെള്ളം വന്നതോടെ ഈ റോഡ് തകർച്ചയിലേക്ക് നീങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ വാഹനങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ ഞായറാഴ്ച ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മാങ്ങോട് തൃക്കടീരി റോഡ് വഴിയും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വെള്ളിനേഴി വഴിയുമാണ് തിരിച്ചുവിടുന്നത്. കാക്കാത്തോട്ടിലെ താൽക്കാലിക പാലത്തിലൂടെ ഒരു വാഹനങ്ങളെയും കടത്തിവിടുന്നില്ല. പുതിയ പാലത്തിനു മുകളിലൂടെ ആളുകൾക്ക് നടന്നു പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് ബസ് ഇറങ്ങി വരുന്ന യാത്രക്കാർ ഇതുവഴിയാണ് ടൗണിലേക്ക് നടന്നു പോകുന്നത്. പാലം നിർമ്മാണത്തിനായി സ്ഥലത്തു നിന്നും മാറ്റിയ മണ്ണും ഒലിച്ചുപോക്ക് ഭീഷണിയിലാണ്. മഴ തുടർന്നാൽ റോഡ് തുറക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നീളും. പി മമ്മിക്കുട്ടി MLAയും മറ്റ് ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. CCN ചെർപ്പുളശ്ശേരി. ശക്തമായ മഴയിൽ കിഴക്കേത്തോട് പാലത്തിന് സമീപത്ത് മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ഒറ്റപ്പാലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മെയ് 25, 26 തീയതികളിലാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്.
പാലക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾ മംഗലം, മുരുക്കുംപറ്റ, കോതകുരിശി വഴി വാണിയംകുളത്തെത്തി കടന്നു പോകണം. പട്ടാമ്പി, തൃശൂർ ഭാഗങ്ങളിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വാണിയംകുളം, കോതകുരിശി, മംഗലം വഴി കടന്നു പോകണമെന്നും ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ എ. അജീഷ് അഭ്യർത്ഥിച്ചു. മെയ് 25, 26 തീയതികളിലാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. CCN ഒറ്റപ്പാലം. വെള്ളിനീഴി മണ്ണാത്തിക്കടവ് പാലത്തിന്റെ സ്ലാബുകൾക്കിടയിലുള്ള വിടവിലെ ടാറിങ്ങും മറ്റും പോയത് അപകട ഭീതി ഉയർത്തുന്നു. ചെർപ്പുളശ്ശേരി കാക്കാത്തോട് പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചതോടെ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തൂതപ്പുഴയ്ക്ക് കുറുകെ കാമ്പുറം മണ്ണാത്തിക്കടവ് പാലത്തിന്റെ സ്ലാബുകൾക്കിടയിലുള്ള വിടവിൽ ടാറിംഗ് കോൺക്രീറ്റും പോയ നിലയിലാണ്. 2017 പണി പൂർത്തീകരിച്ചുവെങ്കിലും പാലത്തിലൂടെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. പാലത്തിന്റെ വലിയ സ്ലാബുകൾക്കിടയിലൂടെയുള്ള ഭാഗത്ത് ടാറിങ്ങും മറ്റും ഇളകിപ്പോയി വലിയ കുഴികളായി മാറിയിട്ടുണ്ട്. ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലം കുലുങ്ങുന്നതും പതിവാണ്. വൈകുന്നേരങ്ങളിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ നിരവധി പേരാണ് പുഴയോര കാഴ്ചകൾ കാണാൻ പാലത്തിനു സമീപം വൈകുന്നേരങ്ങളിൽ എത്താറുള്ളത്. എന്നാൽ ഈ തകർന്നു കിടക്കുന്ന പാലത്തിന്റെ ഇടയിലുള്ള ഭാഗം നന്നാക്കാനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിട്ടില്ല. കൂടുതൽ തകരുന്നതിന് മുൻപ് നന്നാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ശക്തമായിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി കാക്കാത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡിൽ കനത്ത മഴയിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചതിനാൽ വാഹനങ്ങൾ മാങ്ങോട് നിന്നും ഈ പാലം വഴിയാണ് കരിങ്കല്ലത്താണി, പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നത്. തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് 112 മീറ്റർ നീളവും 7.5 മീറ്റർ വീതിയും ഇരുവശത്തും 1.5 മീറ്റർ നടപ്പാതയും ഉണ്ട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണിയിൽ നിന്ന് തുടങ്ങുന്ന പൂവത്താണി കാമ്പുറം റോഡിനെ ചെർപ്പുളശ്ശേരി പാലക്കാട് സംസ്ഥാന പാതയിലെ മാങ്ങോടുമായി ബന്ധിപ്പിക്കുന്നതാണ് മണ്ണാത്തിക്കടവ് പാലം. പെരിന്തൽമണ്ണ, കരിങ്കല്ലത്താണി ഭാഗങ്ങളിൽ നിന്ന് കാമ്പുറം വഴി ചെർപ്പുളശ്ശേരി, ഒറ്റപ്പാലം ഭാഗങ്ങളിലേക്ക് KSRTC ബസ് റൂട്ടുകളും സ്വകാര്യ ബസ് റൂട്ടുകളും തുടങ്ങണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ചെർപ്പുളശ്ശേരി, ഒറ്റപ്പാലം, ഷൊർണൂർ ഭാഗങ്ങളിലെ കോളേജുകളിലും മറ്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നവർക്കും ബസ് സർവീസുകൾ ഉപകാരപ്പെടും. CCN ചത്തല്ലൂർ. കോരിച്ചൊരിയുന്ന മഴയിലും ചികിത്സാ ധനശേഖരണത്തിനായി ഒരു കൂട്ടം യുവാക്കൾ പാതയോരത്ത്. ചെർപ്പുളശ്ശേരി കരുമാനാംകുറിശ്ശിയിലെ ബ്രെയിൻ ട്യൂമർ ബാധിതനായ 7 വയസ്സുകാരൻ രാഹുൽ കൃഷ്ണയുടെ ചികിത്സയ്ക്കായാണ് യുവാക്കൾ മുണ്ടൂർ തൂത പാതയിലെ മാങ്ങോട് വാഹനയാത്രക്കാരെ തേടിയിറങ്ങിയത്. രാഹുൽ കൃഷ്ണ എന്ന് പറയുന്ന 3ാം ക്ലാസ്സുകാരനായ 7 വയസ്സ് മാത്രം പ്രായമുള്ള കരുമാനാംകുറിശ്ശിയിലെ ഒരു കുട്ടി ബ്രെയിൻ ട്യൂമർ ബാധിച്ച് വലിയ പ്രയാസത്തിലാണ്. ആ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോരിച്ചോരുന്ന മഴയിൽ ഒരു കൂട്ടം ആളുകൾ ഈ റോഡിന്റെ തെരുവിൽ നിൽക്കുന്നത്. രാഹുൽ കൃഷ്ണ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 3ാം ക്ലാസ്സിൽ. അവരുടെ കുടുംബത്തിൽ ആരൊക്കെയുള്ളത്? കുടുംബം അച്ഛനും അമ്മയും പിന്നെ ഏട്ടനാണുള്ളത്. അച്ഛനാണെങ്കിൽ ഒരു 2 മാസം മുന്നേ സെൻട്രൽ തൊഴിലാളിയാണ്. അപ്പൊ വീടിന്റെ മുകളിൽ നിന്ന് വീണിട്ട് കൈ ഒടിഞ്ഞിട്ട് ഒരു 10-80,000 സർജറി മൂപ്പര് കഴിഞ്ഞതാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ അത് മുന്നേ കാണിച്ചിരുന്നതാണ്. ഇപ്പൊ ചെന്നപ്പോൾ പെട്ടെന്ന് സർജറി വേണം, ബാംഗ്ലൂരാണ് കാണിച്ചത്, മറ്റേ സത്യസായി ബാബയുടെ ഹോസ്പിറ്റലിൽ. പക്ഷെ അവരവിടെ നിന്ന് ചെയ്യാൻ കഴിയില്ല പറഞ്ഞിട്ട് പിന്നെ എവിടെയൊക്കെ മാറ്റണേ? വേറെ ബാംഗ്ലൂരിനുള്ള അവരൊരു റെഫർ ചെയ്ത ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇപ്പൊ എത്ര കാലം ഈ രോഗം ബാധിച്ചിട്ട്? അതൊരു 2 വയസ്സ് 3 വയസ്സ് മുതൽ തന്നെ കണ്ടിരുന്നു. പക്ഷെ ഇങ്ങനെ ചികിത്സിച്ച് പോരായിരുന്നു. ഇപ്പൊ ഞാൻ ചികിത്സക്ക് നടക്കില്ല, സർജറി എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിലൊക്കെ ഈ കുടുംബം ഇങ്ങനെ പരമാവധി ചെയ്തിരുന്നു. ഇപ്പൊ അവർക്ക് കഴിയാത്ത വലിയൊരു സാമ്പത്തിക. ഏകദേശം എത്ര രൂപയാണ് ഇപ്പൊ ഇതിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോ ഈ ഒരു ഫസ്റ്റ് സർജറിക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ അടുത്ത് അവർ പറയുന്നുണ്ട്. പിന്നെ 15 ദിവസം അവിടെ നിൽക്കണം. പിന്നെ അതിന്റെ റേഡിയേഷൻ ചികിത്സ ആണ് കാര്യമായിട്ട് 15 ദിവസം നിൽക്കണം എന്നാണ് പറഞ്ഞത്. തുടർ ചികിത്സ പിന്നെ അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് പറഞ്ഞു. ഏട്ടന്റെ പേരെന്താ? നിങ്ങള് എന്തൊക്കെ ഇപ്പൊ കാര്യങ്ങൾ ചെയ്യുന്നു? നാട്ടിലൊക്കെ ഇപ്പൊ ആളുകളെ കണ്ട് പൈസ പിരിച്ചു പരമാവധി. വീണ്ടും അടുത്ത ഘട്ടത്തേക്ക് ഇറങ്ങി. നമ്മൾ എത്ര ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നു? ചെലവ് ഇപ്പൊ ഈ സർജറിക്ക് ഏകദേശം ഒരു 2 ലക്ഷത്തോളം രൂപ നമ്മൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ബാക്കി ചികിത്സ എന്താണ് വേണ്ടത്
റേഡിയേഷനെ എത്രത്തോളം ബോണ്ട് വരുമെന്നൊക്കെ അപ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഇപ്പൊ രാഹുൽ കൃഷ്ണയുടെ വീട്ടിലിപ്പോ അച്ഛനാണ് ഒന്നുള്ളത്. അച്ഛൻ കുറച്ച് മുമ്പ് വീണ് കൈയൊടിഞ്ഞ് ചികിത്സയിലായി. ഇതിന് മുന്നേ ഒരു 4 വർഷം മുന്നേ ഒരു ആക്സിഡന്റ് പെട്ടിട്ട് മൂപ്പർക്ക് ഹെവി വർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് കാരണം ഒരു മില്ലിലോ അങ്ങനെ എന്തൊക്കെ ചെറിയ അകിൽ മില്ലിൽ എന്തെല്ലോ പാക്കിംഗ് തൊഴിലാളിയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ആ വരുമാനം കൊണ്ട് വയ്യാന്ന് പറഞ്ഞപ്പോ വീണ്ടും സെൻട്രി മറക്കിന് ഇറങ്ങിയപ്പോ രണ്ടാമത് മൂപ്പര് വീണു. നമുക്ക് ഒരു പണി നടക്കാത്ത സ്ഥിതിയാണ്. നിങ്ങളുടെ പേരെന്താ? പേര് മനോജ്. നിങ്ങൾ ഇപ്പോൾ രാവിലെ എത്ര മണിക്ക് തുടങ്ങിയത്? ഞങ്ങൾ 7 മണിക്ക്. രാവിലെ 7 മണിക്ക് തുടങ്ങി. നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല മഴയാണ്. ഇനിയിപ്പോൾ രാത്രി വരെ കിട്ടണ വരെ പിരിക്കണം. ഇത് ഇന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ? അതെ അതെ. നാട്ടിലൊരാഴ്ച തുടങ്ങി. നല്ലൊരാഴ്ച. ഇനി വേറെ എന്തൊക്കെ രീതിയിൽ നമ്മൾ പണം കണ്ടെത്താൻ ആലോചിക്കണം? വേറെ ക്ലബുകള്, പിന്നെ നമ്മള് സോഷ്യൽ മീഡിയ വഴി മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നാട്ടിലുള്ള പിരിവ്. മറ്റേ ഇവരുടെ അച്ഛൻ, അമ്മ, രാഹുൽ കൃഷ്ണ, പിന്നെ ആളുകളുണ്ടോ വീട്ടില്? അപ്പോ ഇവര് ഒരു നാട്ടിലെ ചെറുപ്പക്കാര് കനത്ത മഴയിലും ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വലിയ ശ്രമത്തിലാണ് നടക്കുന്നത്. ഈ കുടുംബസഹായ സമിതിയുടെ സ്കാനറും ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടെയുള്ളത് നമ്മുടെ ഈ വീഡിയോക്ക് താഴെ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു വലിയ പ്രയാസം മനസ്സിലാക്കി കഴിയുന്ന രീതിയിൽ ഇവരെ സഹായിച്ച് ഈ ഒരു നാട് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ വലിയ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് അറിയിക്കുകയാണ്. നെല്ലായ മേലെ പൊട്ടച്ചിറ പൊന്മുഖം ശിവക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന നാരായണ ബലി സമാപിച്ചു. വിശേഷാൽ പൂജകളും നടന്നു. ഫെബ്രുവരിയിൽ ക്ഷേത്രത്തിൽ നടന്ന പ്രശ്നവിചാരത്തിന്റെ ഭാഗമായാണ് നാരായണ ബലി നടത്തിയത്. മെയ് 24, 25 ശനി, ഞായർ ദിവസങ്ങളിൽ ക്ഷേത്രം തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെയും വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാടിന്റെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 2 ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. CCN ചെർപ്പുളശ്ശേരി. വീട്ടിലെ വളർത്തുനായയുടെ കടിയേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. കോങ്ങാടാണ് സംഭവം. കുരിക്കൻപടി കയറങ്കോട് സ്വദേശി 74 വയസ്സുള്ള അപ്പുക്കുട്ടനാണ് മരിച്ചത്. തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കോങ്ങാട് കുരിക്കൻപടി കയറാങ്കോട് സ്വദേശി 74-കാരൻ അപ്പുക്കുട്ടനാണ് മരിച്ചത്. വീട്ടിലെ വളർത്തുനായയുടെ കടിയേറ്റതിനെ തുടർന്ന് തൃശൂരിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം. 1 മാസം മുൻപാണ് അപ്പുക്കുട്ടന് വീട്ടിലെ വളർത്തുനായയുടെ കടിയേറ്റത്. എന്നാൽ ആ ഘട്ടത്തിൽ ആശുപത്രിയിൽ പോവുകയോ വാക്സിൻ എടുക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ പിന്നീട് ശാരീരിക ബുദ്ധിമുട്ടുകൾ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആരോഗ്യനില വഷളായതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത്. CCN കോങ്ങാട്. വാഹനം തടഞ്ഞ് വാഹനത്തെയും ഡ്രൈവറെയും തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കല്ലടിക്കോട് ഇൻസ്പെക്ടർ GS സജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. പാഴ്സൽ സർവീസ് വാഹനം തടഞ്ഞ് വാഹനത്തെയും ഡ്രൈവറെയും തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ ഒരു കുഴൽപ്പണ തട്ടിപ്പുകാരൻ കൂടി അറസ്റ്റിൽ. മലപ്പുറം കാളികാവ് സ്വദേശി അമൽ ജോസാണ് അറസ്റ്റിലായത്. ആനന്ദ് SPക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൽ മണ്ണാർക്കാട് DYSP സന്തോഷ് കുമാറിന്റെ നിർദ്ദേശത്തിൽ നടത്തിയ പരിശോധനയിൽ കല്ലടിക്കോട് ഇൻസ്പെക്ടർ GS സജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. 2024 ഓഗസ്റ്റ് 4-ന് ചൂരിയോട് പാലത്തിന് സമീപം വെച്ച് പുലർച്ചെ 1:30 കാസർകോട് പാർസൽ സർവീസ് വാഹനത്തെ 3 കാറിൽ വന്നവർ തടഞ്ഞ് വാഹനത്തെയും അതിലെ ഡ്രൈവറെയും കടത്തിക്കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു. CCN കോങ്ങാട്. കടമ്പഴിപ്പുറം മേലെ തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ സഹസ്രകലശത്തിന്റെ ഭാഗമായി 4ാം ദിവസം പഞ്ചാരിമേളം നടന്നു. പാർത്തല കളരിക്കൽ വിനോദിന്റെ ശിക്ഷണത്തിൽ അഭ്യസിച്ച ശ്രീശാന്ത്, ചിന്മയ, ഇഷാൻ, വിസ്മയ, അഭിനവ്, പ്രവീൺ, വൈഷ്ണവ്, മനീഷ, നേത്ര, ഹർഷവർദ്ധൻ, ശ്യാം, ശ്രദ്ധ, അംബിക, ശ്രീനാഥ്, ആദി എന്നിവർ പഞ്ചാരിമേളം അവതരിപ്പിച്ചു.
CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി ആസാം സ്വദേശിയെ എക്സൈസ് പിടികൂടി. കുമരംപുത്തൂർ വട്ടമ്പലത്തിൽ നിന്നുമാണ് വീട്ടിലെ റൂമിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടിച്ചെടുത്തത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ലഭിച്ച പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി എത്തിച്ച 15 ഗ്രാം ബ്രൗൺ ഷുഗറും 10 ഗ്രാം കഞ്ചാവും പിടിച്ചത്. ആസാം സ്വദേശി മന്നാസ് അലിയെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വട്ടമ്പലത്ത് നാലകത്ത് അബ്ദുൽ ഖാദറിന്റെ വാടക കെട്ടിടത്തിൽ മന്നാസും കുടുംബവും 4 മാസമായി താമസം തുടങ്ങിയിട്ട് എന്ന് എക്സൈസ് പറഞ്ഞു. മണ്ണാർക്കാട് വിൽപ്പന നടത്തിയതായും എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ അഷ്റഫ് പറഞ്ഞു. മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് പാർട്ടി ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ഇന്ന് നടത്തിയ റെയ്ഡിൽ 15 ഗ്രാം ബ്രൗൺ ഷുഗറും 10 ഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശി മന്നാസ് അലി 29 വയസ്സ് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാന് പട്ടമ്പലം ആസാദ് റോഡ് സമീപമുള്ള നാലകത്ത് അബ്ദുൽ ഖാദറിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിൽ വാടക താമസിച്ച് ബ്രൗൺ ഷുഗർ കൈകാര്യം ചെയ്യുന്ന രഹസ്യവിവരം ലഭിച്ചതിന് പ്രകാരം പാട്ടസഹിതം ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടത്തിയ പരിശോധനയിലാണ് ടിയാൻ കടന്നിരുന്ന റൂമിൽ നിന്നും ഉദ്ദേശം 15 ഗ്രാം ബ്രൗൺ ഷുഗറും 10 ഗ്രാം കഞ്ചാവുമായി ടിയാനെ പിടികൂടിയത്. മണ്ണാർക്കാട് ചില്ലറ വിൽപ്പനയ്ക്ക് എത്തിച്ച സാധനമാണ് ഇന്ന് പിടികൂടിയത്. ടിയാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ സാധനം മണ്ണാർക്കാട് പല പ്രദേശത്തും ചില്ലറ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതിൽ ടിയാന്റെ മൊബൈലുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ടിയാനെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇന്ന് തന്നെ ഹാജരാക്കും. കേസിന്റെ തുടർ അന്വേഷണം മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് നടത്തുക. NDPS സെക്ഷൻ 21B ആൻഡ് 22B പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പ്രതിയെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇന്ന് വൈകുന്നേരം ഹാജരാക്കും. എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ അഷറഫ്, അസിസ്റ്റന്റ് SI വിനോദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽ, അശ്വന്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിസി, ഡ്രൈവർ വിഷ്ണു എന്നിവർ എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്ന് 1 കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികളും പിടികൂടി. പാക്കടപ്പുറം കരുവാരക്കോട് പൂട്ടിക്കിടന്ന ഗോഡൌണിലാണ് മണ്ണാർക്കാട് പോലീസ് പരിശോധന നടത്തിയത്. കരുവാരക്കാട് തുമ്പക്കണ്ണി റോഡിൽ ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിലെ പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നും 67,500 പാക്കറ്റ് ഹാൻസും 1,30,770 വിമൽ, 2,548 തമ്പാക്ക് എന്നിവയും ഹാൻസും വിമലും നിർമ്മിക്കുന്ന മെഷീനറികളും ചാക്കുകളിലാക്കി പാക്ക് ചെയ്യുന്ന മെഷീനും 700 കിലോ അസംസ്കൃത വസ്തുക്കളും മണ്ണാർക്കാട് പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശികളായ 31-കാരൻ പ്രകാശ്, 39-കാരൻ ഘനശ്യാം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ ഗോഡൌണിലെ ജോലിക്കാരാണെന്ന് പോലീസ് പറഞ്ഞു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 1 കോടിയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് എന്ന് മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു. 4:30 മണിയോടുകൂടി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാക്കടപ്പുറം എന്നുള്ള സ്ഥലത്ത് റബ്ബർ തോട്ടത്തിന്റെ നടുവിലുള്ള ഈ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി, വളരെ ഉയരത്തിൽ കെട്ടിയ കോമ്പൗണ്ട് വാളാണ്. അതിന് മുകളിൽ കമ്പിവേലിയും കെട്ടിയ ഒരു ഉള്ളിലുള്ള ഒരു ഗോഡൌണിൽ നിന്ന് റെയ്ഡ് നടത്തിയിട്ട് ഏകദേശം 75,000 പാക്കറ്റ് ഹാൻസ്, കൂടാതെ തന്നെ 800ഓളം കിലോ അസംസ്കൃത വസ്തുക്കളെ, ഹാൻസ് നിർമ്മാണത്തിന് വേണ്ട 2 മെഷീനറികളെ തുടങ്ങിയ മണ്ണാർക്കാട് പോലീസ് ഇപ്പോൾ സീസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇവിടെ 2 രാജസ്ഥാൻ സ്വദേശികളായ ാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. മറ്റുള്ള മലയാളികളാണ് ഇതിന് ഓണർമാരെന്നാണ് വിവരം. അവർക്കായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് CI രാജേഷ്, പ്രൊബേഷണൽ SI സുനിൽ, ASIമാരായ ശ്യാംകുമാർ, സീന, SCPOമാരായ അഷറഫ്, വിനോദ്, മുബാറക് അലി, CPOമാരായ റംഷാദ്, കൃഷ്ണകുമാരൻ, ഹേമന്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് സഹദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴ. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിൽ ഗതാഗതം നിരോധിച്ചു. കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡിൽ കനത്ത മഴയിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. ഒറ്റപ്പാലം കിഴക്കേത്തോടിന് സമീപവും മണ്ണിടിച്ചിൽ, ഇതുവഴിയും ഗതാഗതം നിരോധിച്ചു.
മണ്ണാർക്കാട് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്ന് 1 കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികളും പിടികൂടി. വാക്കടപ്പുറം കരുവാരക്കോട് പൂട്ടിക്കിടന്ന ഗോഡൌണിലാണ് മണ്ണാർക്കാട് പോലീസ് പരിശോധന നടത്തിയത്. വീട്ടിലെ വളർത്തുനായയുടെ കടിയേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. കോങ്ങാടാണ് സംഭവം. കുരുക്കൻപടി കയറാങ്കോട് സ്വദേശി 74 വയസ്സുള്ള അപ്പുക്കുട്ടനാണ് മരിച്ചത്. തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മണ്ണാർക്കാട് ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി ആസാം സ്വദേശിയെ എക്സൈസ് പിടികൂടി. കുമരമ്പത്തൂർ വട്ടമ്പലത്ത് നിന്നുമാണ് വീട്ടിലെ റൂമിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടിച്ചെടുത്തത്. വാഹനം തടഞ്ഞ് വാഹനത്തെയും ഡ്രൈവറെയും തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കല്ലടിക്കോട് ഇൻസ്പെക്ടർ GS സജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.